ഹായ്. തിയേറ്ററിൽ കാര്യമായിട്ട് ശ്രദ്ധിക്കാതെ പോയ ഒരു കുഞ്ഞിപ്പടം പരിചയപ്പെടുത്തി തരാം. സ്ഥാനാർത്ഥി ശ്രീകുട്ടൻ. വിനേഷ് വിശ്വനാഥനാണ് ഈ പടം ഡയറക്റ്റ് ചെയ്തിട്ടുള്ളത്. ആളുടെ ആദ്യത്തെ സിനിമയാണ്. ഈ സിനിമ ശരിക്കും കുട്ടികൾക്ക് വേണ്ടിയിട്ടുള്ള ഒരു സിനിമയാണെന്ന് നമുക്ക് തോന്നും. അതായത് ആർട്ടിസ്റ്റ് അധികവും കുട്ടികൾ തന്നെയാണ്. പക്ഷെ ശരിക്കും ഈ പടം അധ്യാപകരൊക്കെ കണ്ടിരിക്കേണ്ട വളരെ നൈസ് ആയിട്ടൊരു പടമാണ് കേട്ടോ. ഈ പടം ഡിസ്കസ് ചെയ്യുന്ന കുറേ കാര്യങ്ങളുണ്ട്. അതായത് സോഷ്യലി റെലവെൻ്റ് ആയിട്ടുള്ള ഒരുപാട് കാര്യങ്ങളുണ്ട്. അതിൽ രാഷ്ട്രീയമുണ്ട്, കാസ്റ്റിസം ഉണ്ട്. അതുപോലെ തന്നെ കുട്ടികളെ ഏത് രീതിയിൽ ട്രീറ്റ് ചെയ്യണം, കുട്ടികളുടെ സൈക്കോളജിയും കാര്യങ്ങളൊക്കെ വളരെ സബ്റ്റിലായിട്ട് നോർമലായിട്ട് പറഞ്ഞു പോയിട്ടുള്ള ഒരു നൈസ് പടമാണിത്. നമ്മളെന്തോ രാഷ്ട്രീയം പറയാൻ വേണ്ടി പോവുകയാണെന്ന് പറഞ്ഞുകൊണ്ട് അങ്ങനെ ഫോഴ്സ്ഫുള്ളി ചെയ്യുന്നതല്ല, വളരെ നോർമലായിട്ട് ന്യൂട്രലായിട്ട് പറഞ്ഞു പോകുന്നൊരു പടം. പക്ഷേ സിനിമയുടെ ക്ലൈമാക്സ് എത്തുന്ന സമയത്ത് നമുക്ക് കണ്ടുകൊണ്ടിരിക്കുന്ന ഓരോ ആൾക്കും തോന്നും ഇത് ശരിയാണെന്നൊരു തോന്നൽ നമുക്ക് ഉണ്ടാക്കി തരുന്നൊരു പടമാണിത്. വിനേഷിന്റെ ആദ്യത്തെ പടമാണ്. കാര്യമായ രീതിയിൽ തിയേറ്ററിൽ ശ്രദ്ധിച്ചിട്ടൊന്നുമില്ല. പക്ഷേ ഈ പടം തിയേറ്റർ വാച്ചിനെ ഡിമാൻഡ് ചെയ്യുന്ന സിനിമയൊന്നുമല്ല കേട്ടോ. ഇത് OTT-ലും കണ്ടാലും ഇത് വർക്കാവും. വളരെ നല്ല രസമുണ്ട് ഈ പടം കണ്ടിരിക്കാനായിട്ട്. അതായത് ഒരു ആദ്യത്തെ വർക്കാണെന്ന് നമുക്ക് തോന്നുകയില്ല. പിന്നെ ഈ സിനിമയിലേക്ക് വന്നു കഴിഞ്ഞാൽ സ്കൂൾ ബേസ്ഡ് ആയിട്ടുള്ള സിനിമയാണ്. അപ്പോൾ നമുക്ക് എല്ലാ ആൾക്കാർക്കും റിലേറ്റ് ചെയ്യാൻ വേണ്ടി പറ്റും. നമ്മൾ സ്കൂൾ ലൈഫിൽ എക്സ്പീരിയൻസ് ചെയ്തിട്ടുള്ള, എൻജോയ് ചെയ്തിട്ടുള്ള ഒരുപാട് കാര്യങ്ങളും സിറ്റുവേഷൻസും തമാശകളൊക്കെ ഈ സിനിമയിൽ വന്നു പോകുന്നുണ്ട്. അതൊക്കെ വളരെ നല്ല നൈസായിട്ട് തന്നെ ചെയ്തിട്ടുണ്ട്. കുട്ടികളുടെ പെർഫോമൻസ് നോക്കിക്കഴിഞ്ഞാൽ നമുക്കങ്ങനെ ആദ്യമായിട്ട് ചെയ്യുന്നത് പോലെ ഒന്നും ഫീൽ ചെയ്യില്ല. അതായത് ഈ ചൈൽഡ് ആർട്ടിസ്റ്റുകളെ കൊണ്ട് അഭിനയിപ്പിക്കുക വെച്ചാൽ നല്ല നല്ല പണിയാണ്. കാരണം കുട്ടികൾ ആർട്ടിഫിഷ്യലായിട്ടൊന്നും ചെയ്ത് കഴിഞ്ഞാൽ പെട്ടെന്ന് മനസ്സിലാവും, വലിയ ആൾക്കാരെ പോലെയല്ലോ. പക്ഷേ ഈ സിനിമയിലെ ചൈൽഡ് ആർട്ടിസ്റ്റുകളൊക്കെ അത്യാവശ്യം നല്ല രീതിയിൽ തന്നെ അഭിനയിച്ചിട്ടുണ്ട്. അതുപോലെ തന്നെ നമ്മൾ സ്കൂളിലൊക്കെ പഠിക്കുന്ന സമയത്ത് ക്ലാസ്സിൽ തന്നെ ചില പീർ ഗ്രൂപ്പും കാര്യങ്ങളൊക്കെ ഉണ്ടാവുമല്ലോ. മീൻസ് ഇപ്പം എന്തെങ്കിലുമൊക്കെ ഒരു പേരൊക്കെ ഇടും, ഡേഞ്ചർ ബോയ്സ് എന്നും സ്മാർട്ട് ബോയ്സ് എന്നൊക്കെ ഇട്ടിട്ട്. അതുപോലെ ഈ സിനിമയിലും അങ്ങനെ ഒരു ഗ്യാങ് ഉണ്ട്, ഭസ്മം. അതാണ് ആ ടീമിന്റെ പേര്. ഇലുമിനാറ്റി ഗ്യാങ് ആണ്. ഒരു 3 കുട്ടികളുടെ ഒരു ടീമാണിത്. പക്ഷെ അത് രസമാണ് കണ്ടിരിക്കാനായിട്ട്. പിന്നെ അവർക്കൊരു നേതാവൊക്കെ വരുന്നുണ്ട്. ഇനി മെയിൻ ക്യാരക്ടേഴ്സിലേക്ക് വന്നു കഴിഞ്ഞാൽ, അതായത് ഞങ്ങൾ മെയിൻ കഥാപാത്രങ്ങളാണെന്നൊക്കെ പറഞ്ഞിട്ട് ചില സിനിമയിൽ ഉണ്ടാവില്ലേ. മീൻസ് ഇപ്പോൾ ഈ കുട്ടികളെ ബേസ് ചെയ്ത് വരുന്ന സിനിമകളിലൊക്കെ പ്രധാന കഥാപാത്രങ്ങൾക്കെല്ലാം വല്ലാത്തൊരു ഇമ്പോർട്ടൻസ് കൊടുത്ത് പ്രൊജക്റ്റ് ചെയ്ത് അങ്ങനെ കൊണ്ടുവരും. പക്ഷേ ഈ പടം എന്ന് വെച്ചാൽ നമ്മൾ എക്സ്പീരിയൻസ് ചെയ്ത നമ്മുടെ ഒരു സ്കൂൾ ലൈഫ് ഉണ്ടല്ലോ, അതുപോലെ തന്നെ നമുക്ക് ഫീൽ ചെയ്യും. അല്ലാതെ ഏതെങ്കിലും ഒരു കഥാപാത്രത്തിന് പ്രത്യേകമായിട്ട് അങ്ങനെ ഒരു പരിഗണനയോ അങ്ങനെയൊന്നും ഈ സിനിമയിൽ കൊടുത്തിട്ടില്ല. അതൊക്കെ വളരെ നൈസായിട്ട് തന്നെ ചെയ്തു വെച്ചിട്ടുണ്ട്. ഇനി മറ്റൊരു കാര്യം, ഈ സിനിമയിൽ അധ്യാപകരായിട്ട് അഭിനയിച്ചിട്ടുള്ള ആൾക്കാരാണ്. അജു വർഗീസിന്റെ കഥാപാത്രം CP എന്നാണ് ക്യാരക്ടറിന്റെ പേര്. ചക്രപാണി ആ കഥാപാത്രം. അതുപോലുള്ള ഒരുപാട് അധ്യാപകരെ നമ്മൾ സ്കൂൾ ലൈഫിൽ കണ്ടിട്ടുണ്ടാകും. ഞാൻ സ്കൂളിൽ പഠിക്കുമ്പോഴും ഇതുപോലൊരു ആളുണ്ടായിരുന്നു. നിങ്ങളുടെ സ്കൂൾ ലൈഫിലും കണ്ടിട്ടുണ്ടാവും. സിനിമ കാണുന്ന സമയത്ത് നിങ്ങൾക്ക് മനസ്സിലാവും. അതായത് എല്ലാ ആൾക്കാരും ഒരു ദേഷ്യത്തോടെ എന്തോ ഒരു വിദ്വേഷത്തോടെ ട്രീറ്റ് ചെയ്യുക. മറ്റുള്ളവർ തിരിച്ചിങ്ങോട്ടേക്കും അയാളെ കാണുമ്പോഴത്തേക്ക് എല്ലാവരും പേടിക്കണം, ബഹുമാനിക്കണം, അങ്ങനെ നിർബന്ധമുള്ള ചില കുരങ്ങന്മാരിലും ഉണ്ടാവുമല്ലോ. അതുപോലത്തെ ഒരു കഥാപാത്രമാണ് അജു വർഗീസിന്റെ CP എന്ന് പറയുന്ന ഒരു ആള്. അത് നല്ല വൃത്തിയായിട്ട് തന്നെ ചെയ്തിട്ടുണ്ട്. മറ്റൊന്ന് ജോണി